Monsters. Nestle Monsters. Hi, Divya Chichi. ദിവ്യ ചേച്ചി ഒറിജിനൽ പേരും ദിവ്യയാണ്, ശ്രീധനത്തിലും പേരും ദിവ്യയാണ്. അപ്പൊ ശ്രീധനത്തിലെ ദിവ്യയെ പോലെ ഭയങ്കര പാവമാണോ ഈ ദിവ്യ? ശ്രീധനത്തില് കുറച്ചൊക്കെ ചിരി കുടിക്കാന്ന് ഞങ്ങൾക്കറിയാം, തൊട്ടാ ചിരിക്കും ഞങ്ങൾക്കറിയാം, പക്ഷെ അതുപോലെ പാവമാണോ? തൊട്ടാ കരയുന്ന ആളാണോ? ഇല്ല ഇല്ല പെട്ടെന്നൊന്നും കരയില്ല അല്ലേ? അത്ര പാവുന്നല്ല. അതുപോലെ പെട്ടെന്നൊന്നും കരയില്ല അല്ലേ? കരയില്ല. ഓക്കെ. സോ എന്നാലും ഇന്ന് നമ്മുടെ ജഡ്ജായിട്ടാണ് ദിവ്യ ചേച്ചി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്തുണ്ട് ശ്രീധനത്തിലെ വിശേഷങ്ങൾ? സ്ത്രീധനം നല്ല വിശേഷം, വളരെ നന്നായിട്ട് പോകുന്നു, നല്ല റേറ്റിംഗ് ഉണ്ട്. സ്ത്രീധനം ടീമിലൊരു മെമ്പറായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞ തന്നെ വളരെ സന്തോഷം. അപ്പൊ ആ ഹാപ്പിനെസ്സോടെ ജഡ്ജിങ് സീറ്റിലേക്ക് പോയിക്കോളൂ. താങ്ക് യു സോ മച്ച് ദിവ്യ ചേച്ചി. I invite Rajiv Parmeshwar from the team Ardram. Nestle Monsters. Nestle Monsters. Hi. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം രാജീവ് ഭയങ്കരമായിട്ട് ജഡ്ജിങ് പാനലിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ആസ്വദിച്ച് നല്ല ഫുൾ എനർജി കൊടുത്തിട്ട് ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ്, ഒരുപാട് കൗണ്ടേഴ്സ് പറയുന്ന ഒരാളും കൂടിയാണ്. എല്ലാം വാച്ച് ചെയ്തിട്ട് ഭയങ്കര ഇൻവോൾവ്മെന്റ് ആണ്. കൗണ്ടർ അടിക്കാനും പറയാനും ഒക്കെ ഭയങ്കര താല്പര്യം കാണിക്കാറുണ്ട്. എന്താണ് ഇത്രയും എനർജിന്റെ പിന്നിലെ രഹസ്യം? അല്ല, നമ്മള് ഇപ്പൊ ഏത് റിയാലിറ്റി ഷോസ് ഒക്കെ ജഡ്ജസ് അവിടെ ഇരിക്കണണ്ടാ തോന്നും അവരെന്തോ പിന്നിൽ വല്ല വടിയൊക്കെ വെച്ച് കെട്ടിയിരുത്തിയ പോലെ. കാരണം അവർക്കൊരു ഭയങ്കര എന്താ പറയാ ഗൗരവത്തിലായിരിക്കുക. അവരുടെ കമന്റ്സ് കേട്ടതൊന്നും ഇവിടെ ഇവരെന്തോ കുറ്റം ചെയ്ത പോലെയാ. അപ്പൊ ഞങ്ങളുടെ ഒരു ഈ മഞ്ജു സ്റ്റാർസിന്റെ പ്രത്യേകത വെച്ചാല് നമ്മളെല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. എല്ലാവർക്കും തെറ്റുപറ്റാം, എല്ലാവരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാം. അപ്പോ നമ്മള് ആരെയും ഹേർട്ട് ചെയ്യാതെ, പക്ഷെ എന്നാലും കുറച്ച് തമാശയൊക്കെ ആയിട്ടുള്ള കമന്റ്സ് പറയുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, അതാ ചെയ്യേണ്ടത്. അതല്ലേ ഞാൻ ചെയ്തത്. താങ്ക് യു രാജീവ്, താങ്ക് യു സോ മച്ച്. അടുത്തതായി we invite Anand from team Parasuram. Nestle Monsters. Nestle Monsters. ഹായ് ആനന്ദേട്ടാ. ഹലോ. ഹലോ. ആനന്ദേന്റെ ഇനി പാദസ്വരം ടീമിൽ നിന്ന് വരാൻ പോകുന്ന പെർഫോമൻസസ് എന്തൊക്കെയാണ്? നമ്മൾ പ്രേക്ഷകരും ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഇന്ത്യൻ ഫോക്ക് റൗണ്ടാണ്, അതിൽ കൾച്ചറൽ റൗണ്ടാണ്. അതിൽ ഞങ്ങളുടെ 4 പേരും ഞങ്ങളുടെ ടീമിലുള്ള ഞാൻ ഒഴിച്ച് എല്ലാവരും ഗുജറാത്തിയാണ് ചെയ്യാൻ പോകുന്നത്. ആനന്ദേട്ടാ ഗുജറാത്തി ട്രൈ ചെയ്യാത്തെ? അയ്യോ, അവർ ചെയ്യട്ടെ. അവരൊക്കെ ഇങ്ങനെ അത് പറന്ന് കളിക്കേണ്ട ഒരു കളിയാണ്. ഞാൻ പിന്നെ എന്തായാലും ജഡ്ജ്മെന്റിൽ ഇരുന്ന് കുറെ ഇന്നത്തെ എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂഡിൽ വന്നിരിക്കുക. ശരിക്കും നിങ്ങൾ ഗുജറാത്തി തന്നെ സെലക്ട് ചെയ്യുന്ന എന്താ കാര്യം? അത് ഭയങ്കര കളർഫുൾ ആണ്. അപ്പൊ ഞങ്ങൾ കോസ്റ്റ്യൂംസും ബാക്ക്ഗ്രൗണ്ടും മൊത്തത്തില് ഞങ്ങളുടെ ടീംമേറ്റ്സിനും ഗുജറാത്തി കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ എല്ലാവരും അതിനെ സെലക്ട് ചെയ്ത് ഞങ്ങൾ അതിനൊരു മാക്സിമം ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. കണ്ടു നോക്കണം, എന്നിട്ട് വേണം അഭിപ്രായം പറയാം. താങ്ക് യു സോ മച്ച് ആനന്ദേട്ടാ. I invite Sadhan Surya from Kungumapova. Nestle Monsters. Nestle Monsters. ഹായ്. ഹലോ. ഹായ് സാജൻചേട്ടാ. ഞാൻ കേട്ടിട്ടുണ്ട് സാജൻചേട്ടൻ വളരെ സ്പോണ്ടേനിയസ് ആണെന്ന്. അല്ലെ? ഭയങ്കര എനർജറ്റിക് ആണ്. പിന്നെ നമ്മൾ എന്ത് റൗണ്ട്സ് കൊടുത്താലും എല്ലാം ഭയങ്കര താല്പര്യത്തോടെ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. റൗണ്ട്സ് അല്ല, നമ്മള് പാട്ട് പാടാൻ പറഞ്ഞ അപ്പം ചെയ്യും, ഡാൻസ് ചെയ്യാൻ പറഞ്ഞ അപ്പം ചെയ്യും. എപ്പോ അങ്ങനെയല്ലേ? അല്ല, ഞാനത് ഇവിടെ വന്നതിന് ശേഷം പഠിച്ച കാര്യമാണ്. എന്റെ ഗുരു രാജേഷ് ഹബ്ബാറാണ്. അദ്ദേഹത്തിന് നോ എന്നൊരു വാക്കില്ല ഡിക്ഷണറിയിൽ. എല്ലാം യെസ് ആണ്. സോ ഇപ്പൊ 2 വരി പാട്ട് പാടും, ഞങ്ങൾക്ക് കേൾക്കാനാ. നോ എന്ന് പറയില്ല എന്ന് ആദ്യമേ പറഞ്ഞു. ഡിക്ഷണറിയിൽ എന്നോ ഇല്ല. ഇഷ്ടമുള്ള 2 വരി പാട്ട്. ശരി, ഞാൻ 2 വരി പാടാം. പക്ഷെ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. ഞങ്ങൾ ഏറ്റു. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. മതി.
താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Nestle Munch. ഈ ജഡ്ജിംഗ് പാനലിലേക്ക് ഇനി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു രാജേഷ് ഹെബ്ബാർ ഫ്രം ടീം അമ്മ. Nestle Munch. Nestle Munch. ഹായ് രാജേഷ് ചേട്ടാ. രാജേഷ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം, രാജേഷ് ഹെബ്ബാർ, നമ്മളിവിടെ ഹെബ്ബു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെയും നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ ഹെബ്ബാർ ശരിക്കും എന്താ? അല്ല, അതിന് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അതിന്റെ ഒരു രസം പറയാം. ഞാൻ ഈ ഹെബ്ബാർ എന്നുള്ളത് മിക്ക ആൾക്കാരും കേട്ടിട്ടില്ല. അപ്പൊ എന്നെ മിക്കവരും ജബ്ബാർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവില്ല എന്ത് ഈ രാജേഷും ജബ്ബാറും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ജബ്ബാർ ഈ പ്രോബ്ലം ആദ്യം റീന ചേച്ചിക്ക് കാരണം ഞാനിത് രാജേഷ് ജബ്ബാറിന് ആദ്യം വിളിച്ചിരുന്നത്. പിന്നെ കറക്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹെബ്ബാർ. പക്ഷെ ഞാനിത് കേട്ടിട്ടില്ല ഇതിന് മുന്നേ. അതന്നെയാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ജബ്ബാർ എന്ന് വിചാരിച്ചാൽ എന്നെ പലപ്പോഴും ഇക്ക നമുക്ക് മേക്കപ്പ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. പക്ഷെ എന്നെ കാണുമ്പോൾ പലരും പറയും അച്ചായനെ പോലെ ഉണ്ട് എന്ന്. പക്ഷെ ഞാൻ ശരിക്കും ഒരു പട്ടര. അപ്പൊ ഈ ഹെബ്ബാർ എന്ന് പറയുന്നത് ഉടുപ്പി പട്ടന്മാരാണ് ഞങ്ങള്. ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഗ്രാൻഡ് ഫാദർ വന്ന് പാലക്കാട് സെറ്റിൽ ചെയ്താണ്. അതുകൊണ്ട് ഇപ്പൊ നാട് ഏതാ ചോദിച്ചാൽ തനി പാലക്കാടനാണ് ഞാൻ. അപ്പൊ ഹെബ്ബാർ എന്ന് പറയുന്നത് ഫാമിലി നെയിമാണ്. ഞങ്ങൾ കട്ടിങ്കേരി പറയുന്ന ഒരു വില്ലേജ് എന്നാണ് ഞങ്ങളുടെ ഉദ്ഭവം, ഉടുപ്പിയുടെ അടുത്ത്. അതാണ് ഈ ഹെബ്ബാർ. ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും രാജേഷ്, അത് കൂടാതെ ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി പറയൂ. ഇന്നുള്ളത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. അതായത് എന്താ പറയാ, സിനിമ സ്പൂഫ്. അപ്പോ എല്ലാവരും ചിരിപ്പിക്കാനായിട്ടാണ്. അതെ, പക്ഷെ ചിരിപ്പിക്കാന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഡിഫിക്കൽട്ട് എന്താ അറിയില്ല ലക്ഷ്മി. ഈ ബേസിക്കലി ഞങ്ങൾ എല്ലാവരും ചൂസ് ചെയ്തിരിക്കുന്ന മിക്കവരും ചൂസ് ചെയ്തിരിക്കുന്ന സീരിയസ് സബ്ജക്ട്സ് ആണ്. ബിക്കോസ് അതാണല്ലോ ചാലഞ്ചിങ്. തമാശ സിനിമകളിൽ ഓൾറെഡി തമാശ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെ ഇല്ലയോ അവിടെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ചാലഞ്ച് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അതേപോലെ ഒരു ചാലഞ്ച് എടുത്തിരിക്കുകയാണ്. എന്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും അതിനു വേണ്ടി തയ്യാറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ, കീപ്പിംഗ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഇനി രാജേഷ് എന്നെ ആരും ഇച്ചായെന്നോ ഇക്കാന്നോ ഒന്നും വിളിക്കില്ല. എന്നെ സത്യം പറയട്ടെ, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ ഇന്ന് നമ്മളെപ്പോഴും പറയുന്ന പോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഞാനൊരു പൂർണ്ണ ഇന്ത്യനാണ്. ഞാൻ ജബ്ബാറുമാണ്, ഇക്കയുമാണ്, അച്ചായനുമാണ്, പട്ടരുമാണ്. താങ്ക് യു സോ മച്ച് രാജേഷ്. താങ്ക് യു സോ മച്ച്. ലക്ഷ്മി, നമ്മുടെ സിനിമ സ്പൂഫ് സ്കിറ്റ് റൗണ്ട് എങ്ങനെയുണ്ട്? എന്ത് ചോദ്യം അറിയണ ചേച്ചി. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന റൗണ്ടാണ് ഈ സ്പൂഫ് റൗണ്ട്. എന്നാൽ ഇന്ന് 90-ൽ നമ്മളെ ഒരുപാട് കരയിപ്പിച്ച ദേശാടനം എന്ന സിനിമയുടെ കോമിക് വേർഷനാണ് അമ്മ ടീം പെർഫോം ചെയ്യാൻ പോകുന്നത്. ദേശാടനം എന്ന സിനിമയിലെ ഒരു സ്പൂഫുമായി എത്തുന്നു ടീം അമ്മ. സോ രാജേഷ് ചേട്ടാ, ചിരിപ്പിക്കോ? അതിനുള്ള ശ്രമം തന്നെയാണല്ലോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയിട്ടും എന്താ പറയാ, അങ്ങനത്തെ തീംസ് ഉള്ള സിനിമകളെ എടുത്ത് സ്പൂഫ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു ചാലഞ്ചാണ്. അത് ഞങ്ങളെല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നോക്കട്ടെ, ഏതായാലും പോയി റെഡി ആവണ്ടേ. All the best. താങ്ക് യു സോ മച്ച്. താങ്ക് യു. So let's welcome team Amma for cinema spoof round. രാജേട്ടാ, ഇന്ന് ഇവിടെ ഒരു കൊല നടക്കും. കൊലയാ? എന്റെ അമ്മോ, കിട്ടി. ബെസ്റ്റ്, ഈ കൊലയാണ്. ഏതായാലും ഇതൊരു സസ്പെൻസ് കിടക്കട്ടെ. ഇതെന്തിനാ ഉപയോഗിക്കാൻ പോകുന്നത്? ഞങ്ങള് ടീം അമ്മ. ഇത് നമ്മുടെ സ്ക്രിപ്റ്റിലൊക്കെ സഹായിക്കുന്ന അജിത്ത്, നമ്മുടെ കൂടെയുള്ള കോ ആക്ടേഴ്സ് ഒരുപാട് ആൾക്കാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ സിനിമ സ്പൂഫ് എന്ന റൗണ്ടിന് ഉള്ള എന്താ നമുക്ക് ഇനി വരാനുള്ളത് നോക്കാം. വി വിൽ ഗീവ് അവർ ബെസ്റ്റ്. അതാണ് എപ്പോഴും ടീം അമ്മയുടെ ഒരു വാഗ്ദാനം, അല്ലേ? വി വിൽ ഗീവ് അവർ ബെസ്റ്റ് ബിക്കോസ് വി ആർ ടീം അമ്മ. ദീപം ദീപം ദീപം. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? നാരങ്ങാച്ചാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ശകലം ഇഞ്ഞു കൊണ്ടുവരണേ. ഒരു പൈന്റിന്റെ ബാക്കി ഇരിക്കുന്നത് അത് നിങ്ങളുടെ പറമ്പിൽ വെച്ച് എന്നെ അടിച്ചങ്ങ് പോവാനാ. പ്രഭാകരൻ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ ചേട്ടാ, ദേ വിളിക്കുന്നു. എന്താ ഇതെന്തിനാണെന്ന് അറിയാമോടാ? അറിയാം. എന്തിന്? ഇന്നും എന്റെ മകൻ ഏതെങ്കിലും കുളിക്കടവിൽ കുളിസയും കാണാൻ വന്നിട്ടുണ്ടാവും. അവൻ ഏത് കുളിക്കടവിൽ ചെന്നാലും ആ റിസൾട്ട് അപ്പം എനിക്ക് ഇവിടെ കിട്ടും. എടി, നിന്നക്കാ വയസ്സിന് മൂത്ത എനിക്ക് ലവ് ലെറ്റർ തന്ന് നിന്റെ മോൻ. ഇന്ന് ഞാൻ അവനെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ അവന്റെ തന്തക്കിട്ട് 2 കൊടുക്കും. അരുത് ഭവാനി, അങ്ങനൊന്നും ചെയ്യരുത്. നീ അവനോട് പൊറുക്കണം. വൃത്തിയായിട്ടവളെ. പിന്നെ എന്റെ ഭർത്താവ് ആരുടെ പോയി പൊറുക്കോടി? അയ്യോ, അവന് മാപ്പ് കൊടുക്കണമെന്നാ ഞാൻ പറഞ്ഞത്. മാപ്പല്ല, നല്ല തേപ്പ അവന് കൊടുക്കേണ്ടത്. കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്റെ
എന്റെ മോന്റെ ദേഹത്ത് കൈവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിങ്ങൾ വല്ല തമിഴന്മാർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത് അല്ലാതെ നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങുന്ന കേസല്ല എന്റെ മോൻ. പ്രഭാകര, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മോന് ഞങ്ങൾ നല്ല അസല് പണി കൊടുക്കും. അയ്യോ, പണി കൊടുക്കുമ്പോ ഇങ്ങോട്ട് കൂടി കൊടുക്കണേ. അതാവുമ്പോ പണി കഴിഞ്ഞ് അച്ഛനും മോനും ഒരുമിച്ച് വീട്ടിൽ വരാമല്ലോ. എടാ, ഇതാ പറയുന്നത്, നല്ല മക്കൾ ഉണ്ടാവണമെങ്കിൽ യോഗം വേണം. ഓ പിന്നെ പാതിരാത്രി 12 മണിക്കല്ല ഞാൻ യോഗം കൂടാൻ പോകുന്നത്. അവനെ സൂക്ഷിച്ച് വളർത്തിക്കോ, ഇല്ലെങ്കിൽ നാട്ടുകാർ നിന്റെ പുറത്ത് പൊതുയോഗം കൂടും. ദൈവമേ, ആറ്റുനോറ്റുണ്ടായ കുട്ടിയായിട്ടും എനിക്ക് യോഗം വന്നുവല്ലോ. ശരിയാ, ആറ്റുനോറ്റുണ്ടായ നമ്മുടെ ഉണ്ണി. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി, അമ്പോത്തിക്കണ്ണന്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ദേ ഉണ്ണി. അച്ഛാ പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പ മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തൻ കെട്ടവൻ. ആരുടെ ആടായി കൊല? സുരേന്ദ്രന്റെ. സുരേന്ദ്രനല്ലേ? അതെ. നിങ്ങളുടെ കൊല ഇനി തരാനുള്ളത് തന്നോളൂ. അയ്യാ, ഈശ്വര, വന്ന് ഇവൻ മോഷണം തുടങ്ങി. ഇവനെ ഒന്ന് നന്നാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇവന് വേണ്ടി നമ്മൾ എന്തെല്ലാം കഷ്ടപ്പെട്ടു. ഈ വീടിന്റെ ആധാരം പണയപ്പെടുത്തി ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് ഇവൻ നന്നായോ? ഇല്ല. 3-4 പശുക്കൾ ഉണ്ടായിരുന്ന വീടായത്. അവറ്റകളെയൊക്കെ വിറ്റ് ഇവനെ കൊണ്ടുപോയി വർഷാപ്പിലാക്കി. എന്നിട്ട് ഇവൻ രക്ഷപ്പെട്ടോ? തെക്കേ മുറിയിൽ അട്ടം നോക്കി കിടക്കുന്ന മുത്തശ്ശിയുടെ അരയിൽ കിടക്കുന്ന ഏലസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതും ഞാൻ വിൽക്കാം. എന്നാലും അച്ഛ ഒരു പണിക്കും പോവരുത്, എല്ലാം വിറ്റ് തൊലച്ചോണം. എവിടെ ഒപ്പിച്ചെടുത്തമ്മ ഇതുപോലെ ഒരു സാധനത്തിന്? മോനെ, ഈശ്വര, ഇവനെ കാരണം ഒരു സാധനം വീട്ടിൽ വെക്കാൻ നിവൃത്തിയില്ല. എല്ലാം കട്ടു തിന്നും. അതുകൊണ്ട് ഇനിയെല്ലാം ഇവന്റെ കൈ എത്താത്തടുത്ത് വെക്കണം. എന്നാ ഇതും കൂടെ എന്റെ കൈ എത്താത്തടുത്ത് വെച്ചോ. എന്താടാ ഇത്? എനിക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളാ. വന്ന് ഈ ചെറുക്കന് പഠിക്കാനും ഭയങ്കര മടിയാ. നീ അങ്ങനൊന്നും പറയണ്ട. പഠിക്കാൻ ഇവന് നല്ല ഉത്സാഹ, നല്ല ബുദ്ധിയാവന്. കുരുത്തക്കേട് പഠിക്കാൻ മാത്രം. ശരിയാ, മുത്തശ്ശി എന്നോട് എപ്പോഴും പറയും നിനക്ക് അച്ഛന്റെ സ്വഭാവം തന്നെയാണ്. പ്രഭാകരോ, പ്രഭാകര. അല്ല, ഇതാര അമ്മാവനോ? ഇവന്റെ ശല്യം കാരണം ഇന്നലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. ഇനി ഒരിക്കലും ഇങ്ങോട്ട് ഇല്ലെന്ന് പറഞ്ഞ് പിന്നെന്താ ഇപ്പൊ വന്നേ? എടാ പ്രഭാകര, സ്നേഹം കൊണ്ടൊന്നും വന്നതല്ല. ഇന്നലെ നീ എനിക്ക് തിന്നാൻ ഒരു വലിയ കഷ്ണം അലുവ തന്നില്ലേ? ഓ, തന്ന്. അതിന് എടാ, അലുവയ്ക്കകത്ത് ഞാൻ ആവശ്യമില്ലാത്ത 3-4 കടി കടിച്ചു. എന്റെ സെറ്റ് വല്ല് ഇപ്പൊ അതിനകത്ത് ഇരിക്കുക. അതെടുക്കാനാ ഞാൻ വന്നത്. അയ്യോ, അത് അപ്പൂപ്പന്റെ സെറ്റ് വല്ലായിരുന്ന? ഓ, തേങ്ങാപ്പൂളെന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും അത് തിന്നു. എടാ മഹാഭാവി. എടി, നീ ഇവനെ വിളിച്ചോണ്ട് അകത്ത് പോയേ. അമ്മാവ, ഇവനെ കൊണ്ട് വലിയ ശല്യായിരിക്കുക. ഇന്ന് രാവിലെയും കിട്ടി ഇവൻ കാരണം 4-5 എണ്ണം. എടാ പ്രഭാകര, കാറ്റാണിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യോഗിയും ഒരു ആശ്രമവും ഉണ്ട്. നമുക്ക് നമ്മുടെ ഉണ്ണിയെ അവിടെ ആക്കാം. അയാൾ ഇവന്റെ എല്ലാ സ്വഭാവവും മാറ്റുവടാ. അമ്മാവൻ എന്താ ഈ പറയണേ? ഇവൻ ഇവിടുന്ന് പോവോ? ആശ്രമത്തിൽ നിന്നും കുറെ ആൾക്കാർ അതിനു വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് തൂക്കിയെടുത്തോണ്ട് പൊക്കോളും നിന്റെ ഉണ്ണിയെ. ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കുട്ടിയെ ഇങ്ങോട്ട് വിളിക്കുക. സ്വാമി, വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടുപോയിക്കോളാം. ആശ്രമം നടക്കൂ? ആശ്രമം നടക്കില്ല. ആശ്രമത്തിലെ സ്വാമിമാരായ ഞങ്ങള് തേരാ പാരാ നടക്കും. ആരാച്ച ഇവരൊക്കെ? ചില പൂജകള്, അത്രേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വാ. ഇനി നാം പറയുന്നത് പോലെ ഉണ്ണി അങ്ങോട്ട് ഏറ്റു പറയുക. ഓം ശുക്ലാം ശുക്ലാം ഭരതരം പലഹാരം വിഷ്ണു വിഷ്ണു ശശിഭരണം. ശശി വന്നിട്ട് രാവിലെ അച്ഛൻ്റെ വാങ്ങിച്ചിട്ട് പോയി 150 രൂപ തന്നാല് നിങ്ങൾക്ക് വല്ലതും തരാൻ പറ്റൂ. ഏയ്, വിഡിത്തം പറയാതിരിക്കുക. മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലൂ. ഓം ശുക്ലാം ശുക്ലാം ഭരതരം പലതരം വിഷ്ണു വിഷ്ണു ശശിവർണം. ശശി വരണ്ട. പ്രസന്നവദനേ. പ്രസന്ന വരണേ. പ്രസന്ന പറഞ്ഞിട്ടാണ് രാവിലെ അച്ഛൻ 150 രൂപ ശശിക്ക് കൊടുത്തത്. എന്താ ഈ പറയണേ? സ്വാമി, ഇനി ഒന്നും നോക്കണ്ട, ഇവനൊന്ന് കൊണ്ടുപോ. എങ്ങോട്ട് കൊണ്ടുപോവാൻ? നമ്മുടെ ആശ്രമത്തിലേക്ക്. ഇനി നോം നിന്നെ അങ്ങോട്ട് നന്നാക്കാം. ഞാൻ വരില്ല. നോക്കിയിരിക്കാതെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോവുക. അച്ഛാ, എന്നെ വിടാൻ പറ. ഒന്ന് പോവോനെ. സ്വാമി പറയണതല്ലേ, പറഞ്ഞാ കേക്ക്. അച്ഛാ, എന്നെ വിടാൻ പറ. ഒന്ന്
പോകോനെ. എനിക്ക് പോണ്ട. വിടാ, ഞാൻ കൈ കടിക്കും. വിട്, വിടാ കൊണ്ടേ. എന്നെ കൊണ്ടുപോകല്ലേ. ഞാൻ പോവില്ല. യാത്രയായി കണ്ണീരിൽ മുങ്ങി ശുദ്ധനാമുന്നിതൻ ദേശാടന വേളയായി. 2 മാസങ്ങൾക്ക് ശേഷം കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനിൻ ആത്മാവ് തേങ്ങുന്നല്ലോ. മനുഷ്യ ഉണ്ണി ഇവിടെ നിന്ന് പോയിട്ട് 2 മാസമായി. അവനെ പറ്റി ഒന്ന് നിങ്ങൾ അന്വേഷിച്ചോ? എന്തോന്ന് അന്വേഷിക്കാനടി? അവൻ അവിടെ ഇഷ്ടപ്പെട്ട് കാണും. ഇല്ലെങ്കിൽ അവൻ എന്നെ കുറ്റി മറിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേനെ. മാതാശ്രീ, പിതാശ്രീ, ഞാൻ വന്നു. എടാ, ഞാൻ നിന്നോട് പറഞ്ഞതല്ല, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ വരാതെ നീ ഇങ്ങോട്ട് വരരുതെന്ന്. പിതാശ്രീ, ഞങ്ങളുടെ ആശ്രമം പോലീസ് റെയ്ഡ് ചെയ്തു. സ്വാമിയെ പോലീസ് പിടിച്ചോണ്ട് പോയി. മാത്രവുമല്ല, ആശ്രമത്തിന്റെ വക ഉണ്ടായിരുന്ന 15 ഏക്കർ കഞ്ചാവ് തോട്ടം പോലീസ് തീയിട്ട് നശിപ്പിച്ചു. പിന്നെ കുറെ നീല ചിത്രങ്ങളുടെ സീഡിയും പിടിച്ചെടുത്തു. എല്ലാം ഞങ്ങളുടെ സ്വാമി തകർത്ത് അഭിനയിച്ചതാ. അയ്യോ, എന്നാ വൃത്തിയായിട്ട സ്ഥലത്തേക്ക് ഇനി എന്റെ മോൻ പോണ്ട. ആ അമ്മാവന്റെ വാക്കും കേട്ട് നമ്മുടെ മോനെ അവിടെ കൊണ്ടുയാക്കിയതിന് നമ്മളെ വേണം തല്ലാൻ. മോൻ ഇനി അങ്ങോട്ട് പോവേ വേണ്ട, അച്ഛൻ വിടില്ല. അയ്യോ, എനിക്ക് പോയേ പറ്റൂ. ഞാനിനി അവിടെ തന്നെ. നാളെ എന്റെ പട്ടാഭിഷേകമാ. പട്ടാഭിഷേകോ? ആ, നാളെ മുതൽ ഇനി അവിടുത്തെ സ്വാമി ഞാനാ. സ്വാമി ഉണ്ണി നീലാനന്ദ തിരുവടികൾ. ഇനി എന്നെ ബ്ലൂടൂത്ത് വഴി കാണാൻ വച്ചാ. നമ്മുടെ അമ്മ ടീമിന്റെ സിനിമ സ്പൂഫ് റൗണ്ട് ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും. ഇപ്പൊ സ്വാതിയും സൗവർണിയും ഒക്കെ നിങ്ങൾ കണ്ടുവല്ലോ. തകർത്ത് അഭിനയിച്ചിരിക്കണം. അംബരീഷിനെ പറയാൻ വേണ്ട, കുരുത്തം കെട്ടവൻ. അവൻ കുരുത്തം കെട്ടവനായിട്ട് തന്നെ അഭിനയിച്ച്. പിന്നെ ഞാൻ ഒരു പട്ടരാണ്. പിന്നെ ഇതൊന്ന് പൂണൂല് ഇങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡയറക്ടറും എല്ലാമായി അജിത്തും ഇവിടെ ഉണ്ട്. എന്റെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്. ഇവർക്കൊരു വലിയ താങ്ക്സ് കേട്ടോ. പിന്നെ നർമ്മത്തിലൂടെ കുറച്ച് സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഞങ്ങൾ ശ്രമിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ ഇപ്പോൾ എത്ര സ്റ്റാർ കിട്ടുന്നുള്ളതാണ്. നമ്മൾ 4 പേരുണ്ട് ടീമിന്റെ. 4 സ്റ്റാർ തരുമോ അല്ലേ? പറയാൻ പറ്റില്ല. നോക്കാം നമുക്ക്. ഏതായാലും ബാക്കിയെല്ലാം ജഡ്ജസിന്റെ കയ്യിലാണ്. ഏതായാലും ഇനിയും എന്താ പറയാ, ബെറ്റർ ആൻഡ് ബിഗർ പെർഫോമൻസസ് ആയിട്ട് ടീം അമ്മ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വി ആർ ടീം അമ്മ. നമസ്കാരം. നെസ്ലെ മാൻസ്റ്റാസ് പവർഡ് ബൈ എംസിആർ ഷർട്ട്സ് ആൻഡ് ധോതീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ദേശാടനം എന്ന സിനിമ നമ്മൾ എല്ലാവരും ഒരുപാട് പ്രാവശ്യം കണ്ടും കരഞ്ഞിട്ടും ഉള്ളൊരു സിനിമയാണ്. പക്ഷെ അതിന്റെ സ്പൂഫ് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു. അതിന് മുമ്പ് നമുക്ക് കണ്ടസ്റ്റൻസിനെ സ്വാഗതം ചെയ്യാം. So I invite Ambarish, Swati and Sabarnika. Rajesh already judging panel ഉണ്ട്. So please welcome. Nestle Munster. Nestle Munster. എന്തായാലും നമ്മളെ എല്ലാവരെയും ഒരുപാട് കരയിപ്പിച്ചിട്ടൊരു മൂവിയാണ് ദേശാടനം. അതിന്റെ സ്പൂഫ് നിങ്ങൾ ചെയ്തു. അപ്പൊ കൂടുതൽ കമന്റ്സ് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലെ? ദിവ്യ ചേച്ചി. അമ്മ ടീം ദേശാടനം സിനിമ ഇത്രയും കോമിക്കായിട്ട് കാണിക്കാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നന്നായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ആ അമ്പുവിന്റെ ക്യാരക്ടർ നീ അറിഞ്ഞിട്ട് തന്നെ ചെയ്തല്ലേടാ. നിനക്ക് ഇഷ്ടപ്പെടുന്ന നീ സെലക്ട് ചെയ്തായിരിക്കും ആ ക്യാരക്ടർ അല്ലേ? അല്ല, ഈ പ്രായം കൊണ്ട് പിന്നെ ഉള്ളത് രാജേഷേട്ടനാണ്. പിന്നെ രാജേഷേട്ടൻ എന്തായാലും മീശ ട്രിം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ ക്യാരക്ടർ എടുത്തതാ. കുറെ കോമഡി ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു ദിവ്യ. സാജൻ. എനിക്ക് അംബരീഷിന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാജൻ ചേട്ടാ. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിന്നത് അംബരീഷിന്റെ പെർഫോമൻസ് ആണ്. എനിക്ക് അങ്ങനെ തോന്നി. താങ്ക് യു. ബാക്കി എല്ലാവരും അതെ കൊള്ളായിരുന്നു. സ്കിറ്റ് മൊത്തത്തിൽ നല്ല രസമായിരുന്നു. അത്യാവശ്യം നല്ല കോമഡി ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെന്താ പറയാ, കുറെ ആ എൻട്രി എനിക്ക് പഴക്കൊല്ലോണ്ടുള്ള എൻട്രി ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അത് കുറെ ഭാഗങ്ങളിൽ അംബരീഷ് ശരിക്കും ജീവിക്കായിരുന്നു. നല്ല ശരിക്കും ആ ഒരു തിരിച്ചു പോണെന്ന് പറയുമ്പോ പിന്നെ ആ കുളിസിയും കണ്ട കാര്യമൊക്കെ ശരിക്കും മുഖത്തുണ്ടായിരുന്നത് കണ്ടതായിട്ട്. അവന്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഇത് ഈ സ്കിറ്റ് എഴുതിയതേ അംബരീഷ് ആണെന്ന് തോന്നുന്നു എനിക്ക്, അല്ലെ? ഇതിനകത്ത് എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള കറക്റ്റായിട്ട് അവന്റെ ക്യാരക്ടറും കൂടെ അതിനകത്ത് മെർജ് ചെയ്ത് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പറാ, സൂപ്പർ, നന്നായിട്ടുണ്ട്. താങ്ക് യു സാജേട്ടാ. രാജീവേട്ടാ.
ദേശാടനത്തിന് ഇത്രയും മനോഹരമായൊരു കോമഡി വർക്കൗട്ട് ചെയ്തതിൽ എന്തായാലും അമ്മ ടീമിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. രാജേഷ് രസം, പിന്നെ പുള്ളിയുടെ സ്റ്റൈലും അവർ വന്ന് അടി മേടിക്കലും ആ കുട്ടീനെ എടുത്തുള്ള സംഭവം അത് നന്നായിട്ടുണ്ട്. ദേശാടനം എന്ന് പറയുന്ന ഒരു സീരിയസ് സബ്ജക്റ്റാണ്, പക്ഷെ നിങ്ങളിതിൽ കോമഡി ഏരിയ ഒക്കെ നന്നായിട്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങളുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. ഇപ്പോൾ സൗവർണിക, സ്വാതി എല്ലാവരും നന്നായി ചെയ്തു. നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരും നന്നായി ചെയ്തു. ഗുഡ്. താങ്ക് യു രാജീവ്. ആനന്ദ്. അംബരീഷിന്റെ ഒരു ദേശാടനമായിരുന്നു അത്, നന്നായിരുന്നു. അംബരീഷിന്റെ ദേശാടനം നന്നായി. അംബരീഷ് അത് ശരിക്കും അംബരീഷ് അതിൽ ഒരുപാട് ഉൾക്കൊണ്ട് ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ എല്ലാവരും പെർഫോമൻസിലൂടെ നിങ്ങൾ അതിനെ മാക്സിമം ഹൈലൈറ്റ് ചെയ്തു. ഒരു സിനിമ തന്നെ ഉണ്ടായിരുന്നു അതിൽ. എല്ലാവരുടെയും പെർഫോമൻസിലാണ് ഞാൻ പറഞ്ഞത്, നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരുടെയും നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ സ്വാതി, സൗവർണിക, രാജേഷ്, എല്ലാവരും നന്നായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഗുഡ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കോ ജഡ്ജസിന് താങ്ക് യു ഫോർ കൈൻഡ് വേർഡ്സ്. എന്താ പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊരു ഏറ്റവും ടഫ് റൗണ്ടുകളിൽ ഒന്നായിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തൊരു സിനിമയെ എടുത്തിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അതിൻ്റെ ആയിട്ടുള്ളൊരു ടെൻഷനും അതിൻ്റെ ആയിട്ടുള്ള വറീസും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ അംബരീഷ് എന്താ പറയുക സ്റ്റാർ ഓഫ് ദ ഷോ, ദേശാടനത്തിന് പോയ മകൻ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു എന്താ പറയുക ഒരു ക്യൂട്ട്നെസ്സും കണ്ണിങ്നെസ്സും അതിൻ്റെ വേണ്ടതുള്ളൊരു ലാളിത്യമൊക്കെ കാണിച്ചിട്ട് തന്നെ ചെയ്തു. പിന്നെ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച സുന്ദരിയായ നമ്മുടെ സൗവർണിക മേക്കപ്പ് ഇല്ലാണ്ട് അഭിനയിച്ച. അതെ, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് ഇങ്ങനെ ചെറുപ്പക്കാരിയായിട്ട് എടുക്കാൻ. അന്ന് ക്ലീൻ ആയിട്ട് വന്നു എൻ്റെ എന്താ പറയുക അമ്മയെ പോലെ. അല്ല, എനിവേ സൗവർണിക ജോക്സ് അപ്പാർട്ട്, എന്താ പറയുക താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ആൻഡ് സ്വാതി, എന്താ പറയുക സ്വാതി യൂഷ്വലി സംസാരിക്കുന്ന പോലെ തന്നെ നിന്നെ തേപ്പ് അടിച്ച് കളിയെന്നൊക്കെ പറഞ്ഞ കറക്റ്റായിട്ട് സ്വാതി ജീവിക്കായിരുന്നു. അതാണ്. അപ്പോൾ സ്വാതിക്ക് പറ്റിയൊരു ക്യാരക്ടർ എന്നെ കിട്ടി. എനിവേ വി ഗേവ് അവർ ബെസ്റ്റ് ഷോട്ട്. ഓക്കെ, താങ്ക് യു രാജേഷ്. സോ അപ്പൊ നമ്മൾ എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സ് ഒക്കെ കേട്ടു. ഇനി സ്റ്റാർസ് വേണ്ടേ? ചോദിക്കട്ടെ. സാജൻ. 2 അംബരീഷിന്. താങ്ക് യു ഏട്ടാ. ഇത് ബാക്കി എല്ലാവർക്കും കൂടെ അങ്ങനെ 4 സ്റ്റാർസ്. 4 stars രാജീവേട്ട. 3 stars. 3 stars ആനന്ദ്. 1, 2 and 3. Thank you. 3 stars ദിവ്യ ചേച്ചി. 4. Thank you. Thank you so much. 4 stars. So the average output is 3 stars out of 5. Thank you. Congrats. Congrats.